നിലവിലെ വിവിധ ഡിജിറ്റൽ സേവനങ്ങൾക്കായി പ്രോട്ടോൺ ആപ്പുകൾ ഉപയോഗിക്കാം. പ്രോട്ടോൺ മെയിൽ സുരക്ഷിതവും സ്വകാര്യതയ്ക്ക് മുൻതൂക്കം നൽകുന്ന ഒരു ഇമെയിൽ സേവനം ലഭ്യമാക്കുന്നു. സൗജന്യ പതിപ്പിൽ 1 GB സ്റ്റോറേജ് ആണ് നൽകുന്നത്. നമ്മുടെ ഇമെയിലുകൾ കമ്പനിക്ക് പോലും കാണാൻ സാധിക്കുന്നില്ല എന്ന് പ്രോട്ടോൺ അവകാശപ്പെടുന്നു. സ്വകാര്യതയ്ക്ക് അത്രയധികം മുൻതൂക്കം നൽകുന്നു എന്നർത്ഥം. പ്രോട്ടോൺ ഡ്രൈവ് ഫയലുകൾ സുരക്ഷിതമായി ക്ലൗഡിൽ സേവ് ചെയ്തു വെക്കാം. സൗജന്യ പതിപ്പിൽ 5 GB ആണ് ലഭ്യമാക്കുന്നത്. നിരന്തര അപ്ഡേറ്റുകളിലൂടെ പ്രോട്ടോൺ ഡ്രൈവ് കൂടുതൽ മികച്ചതാക്കാൻ കമ്പനി ശ്രമിക്കുന്നുണ്ട്. പ്രോട്ടോൺ പാസ്വേഡുകൾ സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കാൻ ഈ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്താം. കൂടാതെ ഇമെയിൽ ഐഡി കൊടുക്കേണ്ട അവസരങ്ങളിൽ സ്വകാര്യ വിവരങ്ങൾ സംരക്ഷിക്കാൻ താൽക്കാലിക ഇമെയിൽ ഐഡികൾ ലഭ്യമാക്കുന്ന ഒരു സൗകര്യവും പ്രോട്ടോൺ പാസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതുപോലെ താൽക്കാലിക ഇമെയിൽ ഐഡികൾ നിർമ്മിക്കുന്ന സിമ്പിൾ ലോഗിൻ എന്ന കമ്പനി 2022 പ്രോട്ടോൺ വാങ്ങിയിരുന്നു. പ്രോട്ടോൺ കലണ്ടർ കൂടുതൽ അപ്ഡേറ്റുകളിലൂടെ മികച്ചതായിക്കൊണ്ടിരിക്കുന്ന ഈ കലണ്ടർ ആപ്ലിക്കേഷനിൽ എല്ലാ ഡിവൈസുകളിലേക്കും വിവരങ്ങൾ സുരക്ഷിതമായി സിങ്ക് ചെയ്യുവാനുള്ള സൗകര്യവും നടപ്പാക്കിയിരിക്കുന്നു. പ്രോട്ടോൺ വാലറ്റ് ബിറ്റ്കോയിൻ എന്ന ഡിജിറ്റൽ സമ്പത്ത് സൂക്ഷിക്കുവാനായി പ്രത്യേകം നിർമ്മിച്ചതാണ് ഈ ആപ്ലിക്കേഷൻ. പ്രോട്ടോൺ VPN നിലവിലെ ഏറ്റവും മികച്ച സൗജന്യ VPN ആണിത്. സുരക്ഷിതമായ സൗജന്യ സെർവറുകളും ഭേദപ്പെട്ട വേഗതയും പ്രോട്ടോൺ VPN കാഴ്ചവെക്കുന്നു. പ്രോട്ടോൺ ഒതന്റിക്കേറ്റർ വിവിധ ഓൺലൈൻ അക്കൗണ്ടുകളിൽ കൂടുതൽ സുരക്ഷ ഒരുക്കുന്നതിനായി 2 ഫാക്ടർ ഒതന്റിക്കേഷൻ കൂട്ടിച്ചേർക്കുന്നതിനായാണ് ഈ ആപ്ലിക്കേഷൻ. ഓഫ്ലൈനായി ഉപയോഗിക്കുവാൻ സാധിക്കുന്നു എന്നതും മികച്ച സൗകര്യമാണ്. പ്രോട്ടോൺ മീറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഓൺലൈൻ മീറ്റിംഗുകളും ചർച്ചകളും സംഘടിപ്പിക്കുന്നതിനായാണ് ഈ ആപ്ലിക്കേഷൻ. പരസ്യങ്ങളോ നമ്മുടെ വിവരങ്ങളിലേക്കുള്ള കടന്നുകയറ്റമോ ഇല്ല എന്നത് സമാന ആപ്പുകളിൽ നിന്നും പ്രോട്ടോൺ മീറ്റിനെ വ്യത്യസ്തമാക്കുന്നു. ലൂമോ സുരക്ഷിതമായ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായിയാണിത്. നമ്മുടെ വിവരങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അക്കൗണ്ടുകൾ നിർമ്മിക്കാതെ തന്നെ ആപ്ലിക്കേഷനിൽ ചാറ്റ് ചെയ്യുവാൻ സാധിക്കുന്നു എന്നതും പ്രത്യേകതയാണ്. മേൽപ്പറഞ്ഞ ആപ്ലിക്കേഷനുകളെല്ലാം ഓപ്പൺ സോഴ്സ് രീതിയിൽ നിർമ്മിക്കപ്പെട്ടവയും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ സാങ്കേതികവിദ്യ ഉൾക്കൊള്ളുന്നവയുമാണ്.